എല്ലാവർക്കും നമസ്കാരം. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ എത്രത്തോളം താഴാം നമ്മുടെ മുഖ്യമന്ത്രിക്ക്? അദ്ദേഹത്തിൻ്റെ മോശമായിട്ടുള്ള പല പ്രസ്താവനകളും നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗമായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിനൊരു ചോദ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് പകരം അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രതികരണ രീതിയാണ് മുഖ്യമന്ത്രി പ്രദർശിപ്പിച്ചത്. പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സമയമാണ്. ഈ കാര്യത്തിനെ പറ്റിയൊന്നും ഒരു ചിന്തയുമില്ലാതെയാണ് ശ്രീ പിണറായി വിജയൻ അങ്ങനെ പ്രതികരിച്ചത്. അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ട്രോളാകുന്നു. ആ സമയത്തും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സങ്കോചവുമില്ല. ഇപ്പോൾ അതിനേക്കാളും താഴേക്ക് മുഖ്യമന്ത്രി തൻ്റെ സ്വന്തം നിലവാരം താഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹം തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയ്ക്കെതിരെ നടത്തിയിരിക്കുന്ന അധമമായിട്ടുള്ള ഒരു പ്രതികരണത്തിലൂടെ. പല ആൾക്കാരും പറയുന്നുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞതും ശരിയല്ല, അദ്ദേഹത്തിന് മോശമായി സംസാരിക്കാമെങ്കിൽ അതിനെ ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിലത്തേക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്കും മോശമായി തിരിച്ച് സംസാരിച്ചു കൂടെ എന്ന്. സത്യത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്, നമ്മുടെ മുഖ്യമന്ത്രി തിരിച്ച് പ്രതികരിച്ചത് എന്താണ്, ഇതിൽ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണോ അല്ലയോ, ഈ കാര്യത്തിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് വളരെ ലളിതമാണ്. നേമം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ശബരിനാഥൻ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിലെത്തുന്നു. അദ്ദേഹം അവിടെ പ്രചരണം നടത്തുന്നു. അങ്ങനെയുള്ള ഒരു യോഗത്തിൽ വാഹനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആൾക്കാരോട് പറയുകയാണ്, നടൻ ശ്രീ മോഹൻലാലിൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള നീ പോ മോനെ ദിനേശ എന്നുള്ള ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ആ ഡയലോഗ് മാറിയിട്ടുണ്ട്, ഇപ്പോൾ ട്രെൻഡ് വേറെയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയുന്നു നീ പോ മോനെ ദിനേശ, എന്നിട്ട് അതിനോടൊപ്പം അങ്ങനെ അല്ല അത് മാറി എന്ന് അദ്ദേഹം കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നീ പോമോനെ വിജയ എന്നല്ല പറയുന്നത്, നീ പോമോനെ വിജയൻ. വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു നീ പോമോനെ വിജയൻ. അപ്പോൾ അതൊരു പോപ്പുലർ സിനിമ ഡയലോഗാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണത് പറയുന്നത്. ആ സിനിമ ഡയലോഗിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് തുല്യമായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് ആ സ്ഥാനത്ത് നിന്ന് പോകൂ എന്ന് ആൾക്കാർ പറയുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിന് അദ്ദേഹം ഇംഗ്ലീഷിൽ കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് യുവർ ടൈം ഈസ് ഓവർ, യുവർ എക്സ്പയറി ഡേറ്റ് ഈസ് പാസ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് കേരളത്തിന് വേണ്ടി പുതിയ ഒരു സർക്കാർ ഉണ്ടാക്കും, വെൽഫെയർ കൊണ്ടുവരും എന്നൊക്കെയാണ് തുടർന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. വളരെ ലളിതമായിട്ട് കാണാവുന്ന ഒരു പ്രസ്താവന എന്നതിനപ്പുറത്തേക്ക് അസഭ്യമായിട്ടുള്ള ഒന്നും രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവനയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്റ്മസ് ടെസ്റ്റ് ഈ പ്രസ്താവന നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ കേസെടുക്കുമോ എന്നുള്ളത് മാത്രമാണ്. നീ പോ മോനെ വിജയൻ എന്ന് നമ്മൾ ആരെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ കേസെടുക്കാനായിട്ട് ഒരു വകുപ്പുമില്ല. കാരണം അതിൽ അധിക്ഷേപകരമായിട്ടുള്ള ഒന്നുമില്ല, അശ്ലീലമോ അസഭ്യമോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനോട് നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണ്? പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ആദ്യം ഒരു വലിയ ഗ്യാൻ അവിടെ ഇറക്കി. അതിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ച് രേവന്ത് റെഡ്ഡി സ്വയം മനസ്സിലാക്കണം എന്നാണ്. അത് രേവന്ത് റെഡ്ഡിക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല, കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനും മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയനും അത് ബാധകമാണ്. അദ്ദേഹമാണ് അത് ആദ്യം പ്രദർശിപ്പിച്ച് കാണിക്കേണ്ടത്. സത്യത്തിൽ അതൊരു സിനിമ ഡയലോഗ് ആണ് എന്നതിനെക്കുറിച്ച് മറ്റാരേക്കാളും ബോധ്യം ഒരു സിനിമ ആസ്വാദകനായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ, കടക്ക് പുറത്ത് ഒക്കെ പണ്ടല്ലേ, കയറി വാ മക്കളെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അതിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടി സെറ്റ് ചെയ്തിട്ട് ഗോഡ്ഫാദർ എന്ന സിനിമയിൽ ഗോഡ്ഫാദറായ ആൾ പറയുന്നത് കയറി വാ മക്കളെ എന്നാണ്, അതാണ് ട്രെൻഡ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സിനിമാസ്വാദകനായിട്ടുള്ള അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും നീ പോമോനെ ദിനേശ എന്ന് പറയുന്ന ഡയലോഗിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് അറിയാം. നീ പോമോനെ വിജയ എന്ന് പോലുമല്ല, നീ പോമോനെ വിജയൻ എന്ന് പേര് മാത്രമാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് എന്നതിനെക്കുറിച്ചും അറിയാം. പക്ഷേ അദ്ദേഹം പറയുന്നത് നോക്കൂ, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണയായി കാണിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട് എന്ന് അദ്ദേഹം രേവന്ത് റെഡ്ഡിയെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക, അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയനും ബാധകമാണ്. അങ്ങനെയുള്ള മര്യാദകൾക്ക് ചേർന്ന രീതിയിലാണോ രേവന്ത് റെഡ്ഡിയുടെ ഇടപെടൽ വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം സ്വയമേവ ചിന്തിക്കട്ടെ എന്ന് പറയുന്നു. അതേപോലെ തന്നെയുള്ള ഒരു ചിന്ത ശ്രീ പിണറായി വിജയനും ആകാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പരസ്യമായി ശ്രീ രേവന്ത് റെഡ്ഡി ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് താനും പരസ്യമായിട്ട് തന്നെ അതിനോട് പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. ആ മറുപടി വരുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരിക്കുമെന്നും
അത് ഭരണ തുടർച്ചയാണ് കാണിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എങ്ങും പോകേണ്ടതില്ല, അതുകൊണ്ട് ആ മറുപടി ജനം വോട്ടിംഗ് മെഷീനിലൂടെ കാണിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ നീ പോ മോനെ വിജയൻ എന്ന് രേവന്ത് റെഡ്ഡി പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് ഭരണത്തിൽ നിന്ന് പോവുക എന്നുള്ളത് മാത്രമാണ് എന്നും, എന്നാൽ നാട്ടുകാർ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മറുപടി രേവന്ത് റെഡ്ഡിക്ക് കൊടുക്കുകയും താൻ ഇവിടെ തന്നെ കാണും എന്ന് പറയുകയുമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ സിനിമാ കോണ്ടെക്സ്റ്റും അതിൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഡാഷ് മോനെ രേവന്ത എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അധമമാണ്. വീണ്ടും ഇതിൻ്റെ നമ്മുടെ ലിറ്റ്മസ് ടെസ്റ്റ്, നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയോട് ഡാഷ് മോനെ പിണറായി എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുമോ അതോ അത് അധിക്ഷേപമായിട്ട് പരിഗണിക്കപ്പെടുമോ, അതിൻ്റെ പേരിൽ കേസ് എടുക്കുമോ എന്നുള്ളതാണ്. നമ്മളങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് നമുക്കറിയാം, അത് അസഭ്യമായിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നമ്മളിൽ ആരെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു പദം പറഞ്ഞാൽ അത് കേസെടുക്കാൻ മതിയായിട്ടുള്ള കാരണമുള്ള ഒരു കാര്യമാണ് എങ്കിൽ നിശ്ചയമായിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതും മര്യാദകേട് തന്നെയാണ്. ഒരു സിനിമ ഡയലോഗ് പറയുന്ന സമയത്ത് അതിൻ്റെ സിനിമയിലെ കോണ്ടെക്സ്റ്റും പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റും മനസ്സിലായിക്കൊണ്ട് പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി ബാധകമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം രേവന്ത് റെഡ്ഡിയെ ഉപദേശിക്കാനായിട്ട് ഉപയോഗിച്ച അതേ ഗ്യാൻ. ഈ പദവിക്ക് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് പറയേണ്ടുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പറയാവുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് സ്വയമേവ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ മുഖ്യമന്ത്രിമാർ തമ്മിൽ ഡാഷ് മോനെ എന്നൊക്കെ വിളിച്ചാൽ നാളെ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഒക്കെ ഇങ്ങനെ ഡാഷ് മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള പൊളിറ്റിക്കൽ സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രസകരമായിട്ടുള്ള ഒരു സിനിമ കോണ്ടെക്സ്റ്റിനെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു കാര്യത്തിനോട് സിനിമാറ്റിക്കോ പൊളിറ്റിക്കലോ അല്ലാത്ത ഒരു മറുപടി പറഞ്ഞ് അസഭ്യം പറഞ്ഞിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തത് ശുദ്ധ മര്യാദകേടാണ്, വിവരക്കേടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കറിയാം, കുലംകുത്തി എന്നുള്ള പ്രസ്താവന, പിന്നീട് നികൃഷ്ടജീവി എന്നുള്ള പ്രസ്താവന, പിന്നീട് പരനാറി എന്നുള്ള പ്രസ്താവന, അങ്ങനെ നിരവധി പ്രസ്താവനകളുടെ ഒടുവിലാണ് നമ്മൾ ഈ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി തുടങ്ങിയ ഡയലോഗുകളൊക്കെ തന്നെ കാണുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ ജി സുധാകരനെ കുറിച്ച് പറയാനായിട്ട് ചെറ്റത്തരം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. ഇതിൻ്റെ ഒക്കെ ഒടുവിലായിട്ട് ഇപ്പോൾ വരുന്ന ഡയലോഗാണ് ഡാഷ് മോനെ രേവന്ത എന്ന്. ഇത് തെറ്റായിപ്പോയി എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാതെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം രേവന്ത് റെഡ്ഡിയെ ഉപദേശിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. എന്തായാലും മോശമായി പോയി, മര്യാദകേടായി പോയി. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്നത് ഞങ്ങൾ മലയാളികളെ മൊത്തമാണ് എന്നുള്ള ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാതെ ഇമ്മാതിരി തര ഡയലോഗുകൾ പറയുന്ന ആൾക്കാരോട് അമ്മാതിരി ഡയലോഗ് വേണ്ട കേട്ടോ എന്ന് മാത്രമേ മലയാളികൾ പറയുകയുള്ളൂ എന്ന് ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കണം. താങ്കളോട് എനിക്ക് പറയാനുള്ളത്, താങ്കളെ എനിക്ക് വിനീതമായി ഓർമ്മിപ്പിക്കാനുള്ളത്, താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ പോരാളി ഷാജി അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഭാഷയിൽ താങ്കൾ പ്രതികരിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. പോരാളി ഷാജിക്ക് ചേരുന്ന ഭാഷ ഉപയോഗിക്കാൻ നിരവധി പോരാളി ഷാജിമാർ ഇപ്പോൾ തന്നെ ആ പാർട്ടിയിലുണ്ടല്ലോ. താങ്കൾ കാണിച്ച ഈ മര്യാദകേട് മനസ്സിലാക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.